നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അഗ്നി എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നി പ്രസൻസ് സെക്ഷുവാലിറ്റി ആൻഡ് മാൻ വുമൺ റിലേഷൻഷിപ്സ് ഫ്രം എ ന്യൂ പെർസ്പെക്റ്റീവ്സ്. അതായത് സ്ത്രീ മാൻ വുമൺ റിലേഷൻഷിപ്സിനെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ നോക്കിക്കാണുന്ന തരത്തിലാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ റേപ്പ് സർവൈവർ who declines either to be persecuted or to be destroyed with disappointment or disrespect. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു റേപ്പിൽ നിന്നും സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള അതിജീവിതയാണ്. അപ്പോൾ സാധാരണ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് അവർക്ക് അവിടെ ഒരു യാതൊരു തരത്തിലുള്ള അഭിമാനങ്ങളും അല്ലെങ്കിൽ ഒരു മാനാഭിമാനങ്ങൾ എന്ന് പറയുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാതെ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ പൊതുവെ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു ധാരണേനൊക്കെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വെയിറ്റിംഗ് ഫോർ അസിസ്റ്റൻസ് ഫ്രം നോ വൺ, ഷീ റിസോൾവ്സ് ടു പെനലൈസ് ദ റോങ് ഡൂവേഴ്സ് ഓൺ ഹെർ ഓൺ ആൻഡ് ഫൈൻഡ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി വേ ഓഫ് വെഞ്ചൻസ് വിച്ച് സർട്ടിഫൈസ് ദ റീഡർ. അപ്പോൾ മറ്റുള്ളവരുടെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ തന്നോട് തെറ്റ് ചെയ്ത ആളുകളോട് അവർ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു മാർഗത്തിൽ കൂടെ പ്രതികാരം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ദ സ്റ്റോറി ഇസ് എ ക്രിട്ടിക് ഓഫ് ദ സപ്രഷൻ ആൻഡ് കമ്മോഡിഫിക്കേഷൻ ഓഫ് ദ ഫീമെയിൽ ബോഡി. അപ്പോൾ ഫീമെയിൽ ബോഡി എങ്ങനെയാണ് മെയിൽ അല്ലെങ്കിൽ പുരുഷന്മാരെ സപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ആയിട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതിനെയൊക്കെ ക്രിട്ടിക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. ദ പ്രൊട്ടഗണിസ്റ്റ് പ്രിയ ഡസ് നോട്ട് അലൗ ഹെർസെൽഫ് ടു ബി ഇമോഷണലി ആൻഡ് ഫെർവൻലി വിത്ത്ഹേർഡ് ആഫ്റ്റർ ബീയിങ് ഗാങ് റേപ്ഡ്. അപ്പോൾ ആ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പീഡനത്തിന് ഇരയായതിനു ശേഷം അവരൊരിക്കലും ഇമോഷണലി തളർന്നിരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സ്വയം അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോവാത്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. She exercises the right to speak bluntly about her experience in sex and puts the belligerents to shame by denoting her incapability to please her sexuality. അപ്പോൾ അവൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും അവളെ ഉപദ്രവിച്ചവരെ കാണുന്ന സമയത്ത് അവൾ ഓടി വിളിക്കുക അല്ലെങ്കിൽ നാണം കൊണ്ട് മാറി നിൽക്കുകയൊന്നും ചെയ്യാണ്ട് അവൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവളുടെ ആ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയും അവരെ നാണം കെടുത്തുകയാണ്. അതായത് ഒരു സ്ത്രീയെ പ്ലീസ് ചെയ്യിക്കുക, സെക്ഷലി പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പുരുഷന്മാരെ തിരിച്ച് അങ്ങോട്ട് അപമാനിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ കാണാം. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The story is recounted from the feminist perspective with a strong denunciation of the organizations of authority and law that collude to vanquish women. It highlights the fault lines of the society where women victims are deprived of dignity and justice. അപ്പോൾ യാതൊരു തരത്തിലുള്ള നീതികളും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മാനാഭിമാനങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു റേപ്പ് വിക്ടിം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ കൂടെ ഒരു പുതുമയാർന്നൊരു കഥാരീതിയിൽ കൂടെയാണ് നമ്മുടെ റൈറ്റർ ഈ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. The title indicates different meanings of fire: the fire of covetousness in Sanjeev and the fire of revenge in Priya. Agni is translated by Jayashree R, an English teacher and a dedicated feminist activist. അപ്പോൾ ഫയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറ്റം ചെയ്തവരുടെ ആ ഒരു കുറ്റബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഫയറും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള അവിടെ സഫർ ചെയ്തിട്ടുള്ള പ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ആ ഒരു പ്രതികാരത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള അഗ്നി എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഫയർ എന്നുള്ള ടൈറ്റിലിന് പലതരത്തിലുള്ള മീനിങ്സ് അർത്ഥതലങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ജയശ്രീ ആർക്കയാണ്. അവരൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്, അതേപോലെ തന്നെ ഡെഡിക്കേറ്റ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. അപ്പം നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് വാസ് നോട്ട് സംതിങ് ദാറ്റ് പ്രിയ വാസ് എക്സാക്ട്ലി ഫോണ്ട് ഓഫ്, ബട്ട് വെൻ അറ്റ് ടൈംസ് ബൈ ദ ടൈം ഷി ഫിനിഷ്ഡ് ദ ടൈപ്പിംഗ് ഇൻ ഹെർ ഓഫീസ് ഇറ്റ് വുഡ് ബി ഡാർക്ക്. അപ്പോൾ അങ്ങനെ സൈക്കിൾ ചെയ്ത് പോകുക എന്ന് പറയണമെന്ന് നമ്മുടെ പ്രിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അവർക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വൈകുന്നേരം ഇരുട്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് അവർ ആ ഒരു മാർഗം തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഓൺ സച്ച് ഡേയ്സ് എ സൈക്കിൾ സർട്ടൻലി ഡിഡ് കം ഇൻ ഹാൻഡി. പ്രിയ reiterated the fact to herself as she rode home at dusk along TP Nair Road near her office. അവൾ ഓഫീസിൽ കൂടെയുള്ള TP Nair റോഡിൽ കൂടെയാണ് അവൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സൈക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യാറുള്ളത്, വൈകുന്നേരം ഓഫീസൊക്കെ വിട്ട് വീട്ടിലേക്ക് പോകാറുള്ളത്. വെൽ ദിസ് റോഡ് വാസ് ജസ്റ്റ് അബൌട്ട് ബിസി. അപ്പോൾ ആ റോഡ് എന്ന് പറയുന്നത് മെയിനായിട്ടും നല്ല തിരക്കുള്ള വഴിയാണ്. ആൻഡ് പ്രിയ ഡിഡ് ലൈക്ക് എ റോഡ് ടു ബി ബിസി. അപ്പോൾ പ്രിയയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ തിരക്കുള്ള റോഡാവുന്നത്. ബട്ട് ടു റീച്ച് ദ വൺ ദാറ്റ് ലെഡ് പാസ് ഹെർ ഹൗസ് ഷി ഹാഡ് ടു റൈഡ് ഫോർ 10 minutes അലോങ് എ നാരോ ലെയിൻ വിത്ത് അണ്ടർ ഗ്രോത്ത് ലൈനിങ് ഇറ്റ്സ് ലൈറ്റ്സ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് തിരക്കൊന്നും ഇല്ലാത്തൊരു 10 മിനിറ്റ് ഉള്ള ഒരു വഴിയാണ് ഉള്ളത്, ഒരു ഇടുങ്ങിയ റോഡാണുള്ളത്. ദാറ്റ് പോസ്ഡ് എ പ്രോബ്ലം. ഷി വാസ് എ ബിറ്റ് സ്കെയർഡ് ടു റൈഡ് അലോങ് ദ ഡിസേർട്ടഡ് ലെയിൻ
even in the mornings. She would stare suspiciously at the men who now and then crossed her path to see whether they could be labeled strangers with lust in their eyes. അപ്പോൾ അവൾ എപ്പോഴും ആ ഒരു വഴി കൂടെ പോകണമെന്ന് അവൾക്ക് എപ്പോഴും ഭയങ്കര ടാസ്ക്കാണ്. അതായത് ഭയങ്കര പേടിയാണ്. രാവിലെ ആണെങ്കിൽ പോലും അവൾക്ക് പേടിയാണ്. അപ്പോൾ അതുവഴി അവളെ പാസ് ചെയ്തിട്ട് ഒരു പുരുഷൻ പോയിട്ടുണ്ടെങ്കിലും അവളിങ്ങനെ നോക്കും, അയാളുടെ കണ്ണിൽ ആ ഒരു നോട്ടത്തിൽ വല്ല ലസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള രീതിക്കൊക്കെ അവളെപ്പോഴും എന്നുവെച്ചാൽ അവൾക്ക് പേടിയാണ് ആ ഒരു വഴി കൂടെ പാസ് ചെയ്യാനായിട്ട്. പ്രിയ ക്രോസ്ഡ് ഓവർ ടു ദ നാരോ ലെയിൻ ഇൻ ദ ഒപ്റ്റിമിസ്റ്റിക് ബിലീഫ് ദാറ്റ് നത്തിങ് വാസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ എന്തായാലും അവൾ ആ വഴി പാസ് ചെയ്യുന്നതിന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് അവൾ കൂടെ പാസ് ചെയ്യുന്നത്. ഓൾ അറൗണ്ട് ഹെർ വർ അൺകെപ്റ്റ് പ്ലാന്റ്സ് ആൻഡ് സോഡൻ സാൻഡ്. ഹിയർ ആൻഡ് ദർ ട്രീസ് അഡഡ് ടു ദി ഡാർക്ക്നെസ്. റൈഡിങ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് പാസിംഗ് എ കർവ്, പ്രിയ സ്റ്റോപ്ഡ് ബൈക്ക് ഇൻ ഷോക്ക്. അപ്പം അങ്ങനെ ഒരു വളവ് തിരിയുന്ന സമയത്ത് അവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് വണ്ടി നിർത്തുകയാണ്. 3 men were standing on the road. 3 പുരുഷന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ് വാസ് ഡാർക്ക് ദെയർ ഫേസസ് വർ ജസ്റ്റ് അബൌട്ട് ക്ലിയർ. ഇരുട്ടാണെന്നുണ്ടെങ്കിൽ 3 പേരുടെ മുഖം അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രിയ റിയലൈസ്ഡ് ക്വിക്ക്ലി enough that one of them was Sanjeev, a burly fellow who ran a telephone booth near her office. അപ്പോൾ അതിലത്തെ ഒരാളെന്ന് പറയുന്നത് സഞ്ജീവാണ്. അവളുടെ ഓഫീസിനടുത്ത് ടെലിഫോൺ ബൂത്ത് നടത്തുന്ന ഒരാളാണ്. As she was noticing the others apprehensively, one of them came forward and picked her off her bike by force. അപ്പം മറ്റത് ആരാണെന്ന് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ 2 പേരിൽ ഒരാൾ വന്ന് അവളുടെ വണ്ടിയിൽ നിന്ന് താഴത്തേക്ക് വണ്ടി വലിച്ചു മാറ്റിയിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഓൺ ടു ദ ഹാർഡ് ഗ്രൗണ്ട് ബിയോണ്ട് ദ അണ്ടർഗ്രോത്ത് ദാറ്റ് ദേ ഡ്രോപ്ഡ് ഹെർ നൺ ടു ജെന്റ്ലി. അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയിട്ടൊരു പരുക്കനായ നിലത്ത് കൊണ്ടുപോയിട്ടാണ് അവളെ കൊണ്ടുവിടുന്നത് അവർ. എവറി മൂവ്മെൻറ്റ് ദേ മെയ്ഡ് വാസ് റെഗുലർ ആൻഡ് പ്രിസൈസ്. അവരുടെ ഓരോ മൂവ്മെൻറ്റും വളരെ റെഗുലറായിട്ട് പ്രിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. One held her struggling body down while the other clamped her mouth shut. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ദേഹം അങ്ങനെ അനങ്ങാത്ത തരത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ആൾ എന്ത് ചെയ്തു, അവളുടെ വായ പൊത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ തേർഡ് സ്റ്റാർട്ടഡ് ടു റിമൂവ് ദ ക്ലോത്ത്സ് ഓഫ് ഹെർ ബോഡി ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ്, ഹിസ് ഹാൻഡ്സ് വർക്കിംഗ് ലൈക്ക് മെഷീൻസ്. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു, അവളുടെ ഡ്രസ്സുകൾ ഓരോരോ വസ്ത്രങ്ങളായിട്ട് ക്ലോത്ത്സ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വളരെ തിരക്കിട്ടുകൊണ്ട് ഒരു മെഷീൻസ് പോലെയുള്ള കൈകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രിയ wanted to scream, please let me go. Hands that peel off the last bit of underclothing from the silently protesting body hesitated slightly when they came across a sanitary pad under it. The very next moment Priya lost even that. അവൾക്കിനെ കരയണം എന്നുണ്ട്, എന്നെ വിടൂ എന്ന് പറഞ്ഞിട്ട് കരയണം എന്നുണ്ട്. പക്ഷെ അവളെ വായ പൊത്തി പിടിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു അണ്ടർ ക്ലോത്തിങ് വരെ റിമൂവ് ചെയ്ത് പോകുന്ന ഒരു കൈ പെട്ടെന്ന് ആ ഒരു സാനിറ്ററി പാഡ് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് അവൾ പീരിയഡ്സ് ആയിരിക്കും. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മടി ആ ഒരു കൈകൾക്ക് വന്നതുപോലെ, മാറ്റുന്ന ആൾക്ക് വന്നതുപോലെ തോന്നി. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും എന്ത് ചെയ്തു, അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്തു, അതുപോലും അവൾക്ക് നഷ്ടപ്പെട്ടു. എത്രത്തോളം അവൾ സഫർ ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം ക്രൂരമായിട്ടാണ് അവർ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഐ മസ്റ്റ് ബി ദ മോസ്റ്റ് ഹ്യൂമിലിയേറ്റഡ് വുമൺ ഓൺ ദ എർത്ത് തോട്ട് പ്രിയ വെൻ സഞ്ജീവ് ദ ബേർലി വൺസ് ബോഡി പ്രസ്ഡ് ഡൗൺ ഓഫ് ഹെർ ഓൺ. അപ്പോൾ അവൻ്റെ ആ ശരീരം അവളിലേക്ക് അമർന്ന സമയത്ത് അവൾക്ക് തോന്നുകയാണ്, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും അപമാനിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ. എന്നിട്ട് അത്രയും താഴ്ന്ന ഒരു രീതിയിലേക്ക് അവൾ സ്വയം എത്തുകയാണ്. ഷീ കുഡൻ സീ ഹിസ് ഫേസ്. അവൾക്ക് അവൻ്റെ മുഖമൊന്നും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റിൽ ഷീ റിയലൈസ്ഡ് ദർ വാസ് എ കൈൻഡ് ഓഫ് അറഗൻസ് അബൌട്ട് ഹിസ് ഹോൾ ബോഡി ഈവൻ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഓഫ് ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്. മുഖം കാണുന്നുണ്ടെങ്കിലും ആ ഒരു ശരീരത്തിൻ്റെ ഭാഷ വെച്ചാൽ തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു അഹങ്കാരം, അറഗൻസും എത്രത്തോളം ഉണ്ടാവാനില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. At some stage when Sanjeev did not obstruct her view, she clearly saw the other two squatting on her haunches by the side. അപ്പോൾ അവരുടെ ആ ഒരു നിഴലൊന്നും, അതായത് ദേഹത്തുനിന്ന് ആ നിഴലൊന്നും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫേസ് ഒന്ന് മാറിക്കഴിഞ്ഞ സമയത്ത് ആ ഗ്യാപ്പിനകത്ത് അവൾക്ക് മറ്റുള്ളവരുടെ മുഖം കൂടി, 2 പേരും അപ്പുറത്തും പുറത്തായിട്ട് അവളെ ചുറ്റുമായിട്ട് തന്നെ മുട്ടുകുത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വൺ വാസ് എ സ്ട്രിപ്ലിംഗ് ഹൂ ഹാഡ് ബെയർലി സ്പ്രൗഡഡ് എ മൊസ്റ്റാഷ്. അത് ഒരുത്തെന്ന് പറയുന്നത് ഒരു മീശ പോലും മുളച്ചിട്ടില്ലാത്തൊരു പയ്യനായിരുന്നു. ദ അതർ വാസ് സംവൺ ഹൂം പ്രിയ ന്യൂ ഓൺലി ടു വെൽ. പക്ഷെ മറ്റേ ആൾ അവൾക്ക് കണ്ട് നല്ല പരിചയമുണ്ട്. ദാറ്റ് ഈസ് ടു സേ വെൻ ഷീ യൂസ്ഡ് ടു കമ്മ്യൂട്ട് ബൈ ബസ്, പ്രിയ ഹാഡ് സ്ലാപ്ഡ് ഹിം വൺസ് ഫോർ ഹാവിങ് ടേക്കൺ സം ഒബ്സീൻ ലിബർട്ടി വിത്ത് ഹർ. അപ്പോൾ മറ്റവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ബസ്സിൽ അവിടുത്തെ മോശമായിട്ട് പെരുമാറിയത് അവൾ ഒരു തവണ അടിച്ചിട്ടുണ്ട്. ദെൻ സംഹൗ ഓർ അതർ ഷീ ഹാഡ് ലേൺ ദാറ്റ് ഹിസ് നെയിം വാസ് രവി. അങ്ങനെ അവൾ എങ്ങനെയൊക്കെ അവൻ്റെ പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, രവി എന്നാണ് അവൻ്റെ പേര്. ആൻഡ് ഓൾസോ ദാറ്റ് ഹി വാസ് എ സ്പോയിൽ റിച്ച് ബോയ്. പൈസയും കൊണ്ട് നശിച്ചു പോയിട്ടുള്ളൊരു ആളായിരുന്നു. ഈവൻ ആഫ്റ്റർ വേർഡ്സ് പ്രിയ ഹാഡ് ഗ്ലിംസ്ഡ് ഹിം ലൈക്ക് എ ഷാഡോ ആൻഡ് എവറി ടൈം എക്സാക്ട്ലി ലൈക്ക് എ ഷാഡോ ഹി യൂസ്ഡ് ടു സ്ലിപ്പ് ഔട്ട് ഓഫ് ഹർ സൈറ്റ്. അപ്പോൾ ഒരു ഷാഡോ പോലെ ഇങ്ങനെ അവളുടെ മുന്നിൽ മാഞ്ഞും മറിഞ്ഞൊക്കെ ഇങ്ങനെ അവൻ്റെ രൂപം നിൽക്കുന്നുണ്ട്.
While Priya was thinking all this, Sanjeev drew himself away from her body with a kind of negligence. Her body ached all over. അപ്പോൾ എന്തായാലും അവൻ എന്താ പറയുക അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. സഞ്ജീവ് അവളുടെ ദേഹത്ത് നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് മൊത്തത്തിൽ ആകെ ഒരു വേദനയാണ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നത്. ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ പെയിൻ അൺനെസസറി തോട്ട്സ് ക്രൗഡഡ് ഹെർ മൈൻഡ്. ആ ഒരു വേദനയുടെയൊക്കെ ഇടയിലും അനാവശ്യമായിട്ടുള്ള പല പല ചിന്തകളും അവളുടെ മനസ്സിൽ വരികയാണ്. ദർ ഇസ് നോ സെൻസ് ഓഫ് ഷെയിം ഇൻ യുവർ മൈൻഡ് ഈവൻ വൈൽ യു ആർ ബീയിങ് ഷെയിംഡ്. പ്രിയ തോട്ട് വിത്ത് എ സ്ലൈറ്റ് ഗാങ് ഓഫ് ഗിൽട്ട്. ഇറ്റ് വാസ് രവീസ് ടോൺ നെക്സ്റ്റ്. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞു, ഇനി അടുത്ത ആൾ വരികയാണ്. ആസ് പ്രിയ ലേ ഹെൽപ്ലെസ് അണേബിൾ ഈവൻ ടു സ്ട്രഗിൾ ഹി സ്ലാപ്ഡ് ഹെർ ഹാർഡ് ഓൺ ഹെർ ഫേസ്. അപ്പോൾ അവനങ്ങനെ വന്നിട്ട് ഇവളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അവനെ അന്ന് ബസ്സിൽ നിന്ന് അടിച്ചു എന്ന് പറഞ്ഞില്ല, തിരിച്ച് പ്രതികാരമായിട്ട് ഇവളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. യു ബ്ലഡി ബീച്ച്. ഹി ground out. You are only beginning to learn how it will be if you play with men. Pushing Priya's face contemptuously to one side, he pressed himself upon her. അപ്പോൾ അവളെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടാണ് പറയുന്നുണ്ട്, ഇങ്ങനെ പുരുഷന്മാരോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു നീ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ദേഹം അവളുടെ ദേഹത്തിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. When Ravi's body moved pantingly over her own, she felt she was coming apart like a wooden contraption, all whose screws had come loose. അപ്പോൾ അവൾക്ക് ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ഇങ്ങനെ, അതായത് അവൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് വീട്ടിൽ ഇവളുടെ ദേഹത്ത് വരുന്ന സമയത്ത് അവൾക്ക് തോന്നുന്നതാണ് അവൾ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചില എന്താ പറയുക, എന്ത് മെഷീൻസ് ആണെന്ന് അതിൻ്റെ സ്ക്രൂകളൊക്കെ ലൂസായി കഴിഞ്ഞ് ഇങ്ങനെ ആടുമല്ലോ. അപ്പോൾ അതുപോലെ അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ സ്ക്രൂ അഴിഞ്ഞു പോയ ഒരു മരത്തിൻ്റെ മെഷീൻ പോലെ ആടുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാണ്. The most dispossessed woman on earth, she thought to herself. Someone has staked his claim even on her menstrual blood, which hitherto had solely been her own. അവൾക്ക് സ്വന്തമായിട്ടുള്ള അവളിൽ ഉണ്ടായിരുന്ന ഒരു മെൻസ്ട്രൽ ബ്ലഡിൽ പോലും വേറൊരാളുടെ അവകാശം അല്ലെങ്കിൽ വേറൊരാളുടെ കൈകൾ പതിഞ്ഞു കഴിഞ്ഞു എന്നവൾ മനസ്സിലാക്കുകയാണ്. ആസ് പ്രിയ lay choking down her pain and her cries within her, Ravi also drew himself away from her. അങ്ങനെ രവിയും അവളുടെ ദേഹത്തുനിന്ന് മാറുകയാണ്. Only the one with the lean face was left. ഇനി ബാക്കിയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഒരു എന്താ പറയുക, പയ്യനാണ്, മീശ മുളച്ചിട്ടാത്തൊരു കുട്ടിയാണെന്ന് പറഞ്ഞത് അവൻ. As he touched her body somewhat tremulously, Priya closed her eyes, tasting the salt of tears on her lips. അവൻ്റെ കൈകൾ വിറയോട് കൂടിയിട്ടായിരുന്നു അവളെ തൊട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കണ്ണുനീരിൻ്റെ ഉപ്പ് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണടച്ച് അങ്ങനെ കിടക്കുകയാണ്. Priya slipped into a semi-conscious state as the third one moved away after an incomplete domination of her body. പക്ഷേ മൂന്നാമത് വന്ന ആ ഒരു ആൺകുട്ടിക്ക് എന്തിനും സാധിച്ചില്ല. ആ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ അവളുടെ ശരീരത്തിൽ നേടാനായിട്ട് അവന് സാധിച്ചില്ല. Still, as in a nightmare, she was aware of the three of them walking away and gearing off the motorbikes parked by the side of the road. അവൾ പകുതി അൺകോൺഷ്യസ് ആയിട്ടുണ്ട്. എന്തായിരുന്നാലും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വണ്ടി അവർ മൂന്നും തിരിച്ചു പോകുന്നതും അവർ മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ടു ഹർ സെൽഫ് ഷീ ഫെൽ ദാറ്റ് ഹെർ ബോഡി ഹാഡ് ബിക്കം എ സ്യൂ ഫോർ സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് ആൻഡ് എ ഹോൾ ലോട്ട് ഓഫ് അതർ ഫിൽത്ത്. എല്ലാ തരത്തിലുള്ള അഴുക്കുകളുമുള്ള അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള സ്വെറ്റും അതേപോലെ തന്നെ ടീയേഴ്സും ഒക്കെ കലർന്നിട്ടുള്ള ഒരു അഴുക്ക് ചാല് പോലെയായിട്ട് സ്വന്തം ശരീരം മാറിക്കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. എ ദൂരദർശൻ ആഡ് മെൻറ്റ് ഫോർ ലൈക്ലി വിക്ടിംസ് ഓഫ് ഹറാസ്മെൻറ്റ് കെയിം ടു ഹെർ മൈൻഡ്. അപ്പോൾ ദൂരദർശനിൽ ഇത്തരത്തിലുള്ള ഹറാസ്മെൻറ്റിന് എന്താ പറയുക, ഇരയാവാൻ ചാൻസ് ഉള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡ് അവൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ദേ സേ ഷോയിങ് സംതിങ് ലൈക്ക് എ മൈൽഡ് വേഡ് മിറർ ഓൺ സ്ക്രീൻ ദാറ്റ് ബൈ വാഷിംഗ് ദ സ്റ്റെയിൻസ് യു ഡു എവേ വിത്ത് ദ എവിഡൻസ്. അപ്പോൾ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിററിന് മുന്നിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എവിഡൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് പറ്റിയിട്ടുള്ള കറകൾ മാഞ്ഞു പോകും എന്നുള്ള രീതിക്കായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ട്രൂ, അത് ശരിയാണ്. നമുക്ക് ആ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പോകാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് യു നീഡ് സച്ച് ആഡ്സ്. എന്തായാലും അങ്ങനത്തെ ആഡ്സ് നമുക്ക് ആവശ്യമാണ്. ബട്ട് ദേ യൂഷ്വലി ഡു നോട്ട് സ്പെസിഫൈ വിച്ച് ഓഫ് ദ സ്റ്റെയിൻസ് യു ഷുഡ് നോട്ട് വാഷ് അവേ. പക്ഷെ നിങ്ങൾ കഴുകി കളയേണ്ടാത്തതായിട്ടുള്ള അഴുക്കുകൾ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഫിസിക്കലി പുറത്ത് നമുക്ക് കാണുന്ന അഴുക്കുകളും മുറിവുകളും മാറിയാലും പിന്നെയും കഴുകിയാൽ പോവാത്തതായിട്ടും അല്ലെങ്കിൽ കഴുകി കളയേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് സ്റ്റെയിൻസ് നമ്മുടെ ദേഹത്ത് അപ്പോഴും ബാക്കിയുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ആഡ്സും എവിടെയും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല എന്നവളങ്ങനെ വിചാരിക്കുകയാണ്. പ്രിയ ഡ്രാഗ്ഡ് ഹെർ സെൽഫ് ടു ഹെർ ഫീറ്റ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. അവൾ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ഹെർ ക്ലോത്ത്സ് വേർ ലൈങ് സം. അവളുടെ ക്ലോത്ത്സ് ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ചിന്നിച്ചെതറി കിടക്കുകയാണ്. ഹെർ ബോഡി വാസ് ഫുൾ ഓഫ് അൺഫെമിലിയർ ഏക്സസ്. ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലാത്ത പല തരത്തിലുള്ള വേദനകൾ അവളുടെ ശരീരത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈറ്റിംഗ് ഡൗൺ ഹെർ ടിയേഴ്സ് ഷീ സ്മൂത്ത് ഹെർ ഹെയർ ആൻഡ് ലുക്ക്ഡ് അബൌട്ട് ഫോർ ഹെർ ക്ലോത്ത്സ്. അപ്പോൾ അവൾ മുടിയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് അവളുടെ ക്ലോത്ത്സിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ ഗോഡ് ഇൻ ടു ദം. ദെൻ ഷീ വെൻ ടു ഹെർ ബൈസിക്കിൾ വിച്ച്
which lay by the side of the road. അപ്പം അങ്ങനെ അവൾക്ക് ആ ക്ലോത്ത്സ് ഒക്കെ കിട്ടി അവൾ അതൊക്കെ ധരിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യണം, അവളുടെ വാഹനത്തിലേക്ക് തന്നെ പോവുകയാണ്. ഷീ റൈസ്ഡ് ഇറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് walked a small distance along the road pushing it. കുറച്ച് ദൂരം അവളെ വഴിക്കട വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. then still fighting the pain she climbed on her bicycle and started to ride home. വീണ്ടും കുറച്ച് തള്ളിപ്പോയി ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, അവളെ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവളെ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യാണ്. When she got home, it wasn't later than her usual time. അപ്പോൾ സാധാരണ സമയത്തിനേക്കാൾ ഒരുപാട് സമയമൊന്നും വൈകിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയപ്പോൾ. her mother was in the kitchen and her sister before the TV. അപ്പോൾ അമ്മ അടുക്കളയിലാണ്, സഹോദരി ടി വിയുടെ മുന്നിലാണ്. father was not home from work. അപ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. പ്രിയ went into her room and closed the door. വീട്ടിലെത്തിയിട്ട് ഡോർ അടയ്ക്കുകയാണ്. at night as she lay down to sleep after washing her body a second time, the three were still on her mind. അപ്പോൾ അവൾ 2 തവണ അവളുടെ ദേഹം കഴുകി കളഞ്ഞു. എന്നിട്ടും അവളുടെ മനസ്സിൽ ആരുടെ മുഖമാണ്? ആ 3 പേരുടെ മുഖം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വാസ് ദ ലസ്റ്റ് ഇൻ ദെയർ ഐസ്? അവരുടെ കണ്ണുകളിൽ ലസ്റ്റ് ഉണ്ടായിരുന്നു, കാമമുണ്ടായിരുന്നു. ഷി വാസ് നോട്ട് ഷുവർ. അവൾക്ക് അറിയില്ല, കാരണം അവരുടെ കണ്ണുകളും അതിലുള്ള വികാരങ്ങളും ഒന്നും അവൾക്ക് കാണാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെൻ ഷി തോട്ട് അബൌട്ട് ഇറ്റ് അഗെയിൻ ഷി ഫെൽ ലൈക്ക് ക്രൈങ്. വീണ്ടും അത് ആലോചിച്ചപ്പോൾ അവൾക്ക് കരയാതിരിക്കാൻ സാധിച്ചില്ല. ഡോണ്ട് ക്രൈ. വാട്ട്സ് ദ യൂസ് ഓഫ് ക്രൈങ് ഷീ ബെറ്റ് ഹർ ബൈ ഡൗൺ ഓൺ ഹെർ ലിപ്സ്. എന്താണ് കരഞ്ഞിട്ട് കാര്യം എന്ന് വിചാരിച്ചിട്ട് അവളുടെ ചുണ്ടുകൾ കടിച്ചമർത്തുകയാണ്. ബട്ട് ദെൻ അഗൈൻ ദർ ഈസ് ഓൾസോ നോ പർപ്പസ് ഇൻ ഹോൾഡിംഗ് ബാക്ക് യുവർ ടേഴ്സ്. പക്ഷേ കരച്ചിൽ പിടിച്ചമർത്തിയിട്ട്, കണ്ണീര് പിടിച്ചമർത്തിയിട്ട് എന്താ കാര്യം? കരഞ്ഞിട്ടും കാര്യമില്ല, കരയാതിരുന്നിട്ടും കാര്യമില്ല. ടേണിംഗ് ദിസ് ഓവർ ആൻഡ് ഓവർ ഇൻ ഹെർ മൈൻഡ് പ്രിയ ഡ്രിഫിൽ ഓഫ് ടു സ്ലീപ്പ്. ഇതങ്ങനെ ആലോചിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാണ്. ദ നെക്സ്റ്റ് ഡേ പ്രിയ വെൻ ടു ദ ഓഫീസ് ആസ് യൂഷ്വൽ. സാധാരണത്തെ പോലെ പിറ്റേ ദിവസം അവൾ ഓഫീസിൽ പോകുന്നുണ്ട്. ഓൺ ദ ഫ്രണ്ട് സ്റ്റെപ്പ് സഞ്ജീവ് ആൻഡ് രവി സ്റ്റുഡ് ആസ് ഇഫ് ദോ വർ വെയിറ്റിംഗ് ഫോർ ഹർ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്റ്റെപ്പിൽ തന്നെ ഓഫീസിൻ്റെ മുന്നിലായിട്ട് തന്നെ സഞ്ജീവും രവി നിൽക്കുന്നുണ്ട്, അവളെ കാത്തു നിൽക്കുന്നത് പോലെ. ദ തേർഡ് വൺ വാസ് നോ വേർ ടു ബി സീൻ ആസ് പ്രിയ ഗോട്ട് ഓഫ് ഹർ ബൈക്ക് ദേ മൂവ് ടുവേർഡ്സ് ഹർ. അപ്പോൾ മറ്റേ മൂന്നാമത്തവനെ, ആ ചെറിയ പയ്യനെ കാണാനില്ല എന്തായാലും. അപ്പോൾ അവൾ എന്തായാലും ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ സഞ്ജീവും രവിയും കൂടി അവളുടെ അടുത്തേക്ക് വരികയാണ്. കീപ് യുവർ മൗത്ത് ഷട്ട് രവി സെറ്റ് സ്റ്റെയറിംഗ് ഇൻറ്റു പ്രിയാസ് ഐസ്. അപ്പോൾ അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് രവി പറയാണ്, വായ അടച്ചിരുന്നോളുണ്ടു. വി വിൽ ഫിനിഷ് യു ഓഫ് ഇഫ് യു ടോക്ക് ടു സം വൺ, നോട്ട് ജസ്റ്റ് യു ബട്ട് യുവർ പീപ്പിൾ ആസ് വെൽ, ഗെറ്റ് ഇറ്റ്. അപ്പോൾ പറയുന്നത് എന്തെങ്കിലും നീ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാലും നിന്നെ കൊല്ലും ഞാൻ, നിന്നെ മാത്രമല്ല നിൻ്റെ വീട്ടുകാരെയും കൂടെ തീർക്കും എന്ന് പറയുകയാണ്. ഓഫ് കോഴ്സ് സെഡ് പ്രിയ തീർച്ചയായിട്ടും. സഞ്ജീവ് വാസ് വാച്ചിങ് ഹർ ഓൾ ദ വൈൽ. സഡൻലി ഹി സ്പോക്ക് വിത്ത് ആൻ ഒബ്സീൻ സ്മോക്ക്. അപ്പോൾ സഞ്ജീവ് രവിയാണ് സംസാരിച്ചത്. അപ്പോൾ സഞ്ജീവ് എന്നിങ്ങനെ ഒരു മോശമായ രീതിയിൽ അവളടുത്ത് ഇങ്ങനെ തിരിച്ച് കളിയാക്കി കൊണ്ട് അവൾ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് ഇറ്റ് ഫീൽ യെസ്റ്റർഡേ? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവളോട് ചോദിക്കുകയാണ്. ഫോർ 3 or maybe 4 seconds, 3-4 സെക്കൻഡ് ശേഷം അവൾ മറുപടി കൊടുക്കുന്നുണ്ട്. പ്രിയ സ്റ്റുഡ് ലുക്കിംഗ് ഐഡ്ലി ഇൻ ടു ഹിസ് ഐസ് ആൻഡ് ദെൻ സ്മൈൽഡ് ക്വയറ്റ് ഇൻ ഹർ നോർമൽ മാനർ. വളരെ നോർമലായിട്ട് അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യു വർ സിംപ്ലി നോട്ട് അപ് ടു ദ മാർക്ക്. നീ അത്ര പോരായിരുന്നു. ഷീ കണ്ടിന്യൂഡ് വാച്ചിങ് എ സ്മൈലിംഗ് ഫേസ് ഡാർക്കനിങ് ഇൻ ദ സ്ക്രൗൾ. അതുവരെ ചിരിച്ച് കളിയാക്കി പുച്ഛത്തോടു കൂടി ചോദിച്ച അവൻ്റെ ചിരി മങ്ങുന്നത് അവൾ കണ്ടു. യു ഡോണ്ട് പാക്ക് എനഫ് പഞ്ച്. ഐ ഡോണ്ട് തിങ്ക് യു വിൽ എവർ ബി ഏബിൾ ടു റിയലി സാറ്റിസ്ഫൈ എ വുമൺ. നീ അത്ര പോരായിരുന്നു, എന്തായാലും നിന്നെക്കൊണ്ട് എന്തായാലും ഒരു സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ തിരിച്ച് അത്രയും അപമാനിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് അവന് കൊടുത്തത്. ദെൻ ഷീ ടേൺ ടുവേർഡ്സ് രവി. എന്നിട്ട് അവൾ രവിയുടെ അടുത്തേക്ക് തിരിയാണ്. ബട്ട് ഐ ലൈക്ഡ് യു വെരി മച്ച്. പക്ഷേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാണ്. യു ആർ എ റിയൽ മാൻ. നീ ശരിക്കുള്ളൊരു പുരുഷനാണ്. ടച്ചിങ് ഹിസ് cheek lightly once and looking from one face to the other, both of which were full of suspicion and consternation, she climbed the steps and walked away. അപ്പോൾ അതും പറഞ്ഞിട്ട് ഇവളങ്ങനെ വളരെ നൈസായിട്ട് അല്ലെങ്കിൽ വളരെ പുഞ്ചിരിയോടുകൂടി അവളങ്ങനെ നടന്നു പോവാണ്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ട് ഇത്തരത്തിലൊരു മറുപടി അവർ പ്രതീക്ഷിച്ചതും ഉണ്ടായിരുന്നില്ല അവളുടെ അടുത്ത് നിന്ന്. On her way home from work in the evening, Priya stopped her bike before the telephone booth for a moment. അപ്പോൾ നമ്മൾ സഞ്ജീവിൻ്റെ ടെലിഫോൺ ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം തിരിച്ചു പോകുന്നതിന് മുന്നേ അവളെ ടെലിഫോൺ ബൂത്തിന് മുന്നിൽ നിന്ന് അവളെ വണ്ടി നിർത്തുകയാണ്. രവി ആൻഡ് സഞ്ജീവ് were watching her come. Ruthlessly ignoring Sanjeev and presenting Ravi with a smile laced with pain, she rode her bike forward. അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. അപ്പോൾ രവിയും സഞ്ജീവും അവളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സഞ്ജീവിനെ അവളോട് ഇഗ്നോർ ചെയ്യാണ്. നീ അത്ര പോരാന്നാണല്ലോ എന്നല്ല പറഞ്ഞത്. സഞ്ജീവിനോട് ഇഗ്നോർ ചെയ്യാണ്. എന്നിട്ട് രവിയോട് ജസ്റ്റ് ചിരിയും ചിരിച്ചിട്ട് അവളെ വണ്ടിയും കൊണ്ട് പോവുകയാണ്. ആസ് ഷീ റോഡ് അലോങ് ദ നാരോ ലെയിൻ ദാറ്റ് ഡേ, പ്രിയ സംഹൗ ഡിഡ് നോട്ട് ഫീൽ എനി ഫിയർ. ടേക്കിംഗ് ദ കർവ് ആൻഡ് പാസിംഗ് ദ അണ്ടർ ഗ്രോത്ത് വിത്ത് എ സൈ, ഷീ റോഡ് ഹോം. അന്ന് വൈകുന്നേരം ആ വഴിക്കൂടെ പോകുന്ന സമയത്ത് അവൾക്ക് ഒരു പേടിയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വെൻ ഷീ ഗോട്ട് ഹോം സംബഡി വാസ് വെയിറ്റിംഗ് ഫോർ ഹർ, ദ തേർഡ് വൺ ദസ് റിപ്ലിംഗ്
പ്രിയ വെൻറ്റ് ആൻഡ് സാറ്റ് ക്വയറ്റ്ലി ബിസൈഡ് ഹിം. അപ്പോൾ എത്താറായപ്പോൾ കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ ആര് കാത്തു നിൽക്കണ്ട, മൂന്നാമത്തെ പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ദ ബോയ് ബിഗാൻ ഹിസ് വോയിസ് ക്വവറിങ്. ഐ ഡിഡൻ മീൻ ടു. അപ്പോൾ അവൻ ഇങ്ങനെ വിറച്ച് കൊണ്ടാവാൻ പറയുന്നത്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. ഹിസ് ഐ സ്റ്റാർട്ട് ഔട്ട് ടു ഫിൽ. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പ്ലീസ് ഫോർഗീവ് മീ, ഐ ഡോണ്ട് മീൻ ടു ഗെറ്റ് ഇൻ ടു ദെയർ കമ്പനി. ഹി സോബ്ഡ്. ഞാൻ അവരുടെ കൂട്ടത്ത് കൂടാന്നൊട്ടും വിചാരിച്ചതല്ല എന്നും പറഞ്ഞിട്ട് അവൻ തേങ്ങിക്കരയാണ്. വെൻ ഐ ടച്ച്ഡ് യു യെസ്റ്റർഡേ ഐ ഫെൽറ്റ് ഐ ഹാഡ് ലോസ്റ്റ് സംതിങ് മൈ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ടച്ച് ചെയ്ത സമയത്ത് എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. കാരണം അവൾ പറഞ്ഞല്ലോ, അവൻ കംപ്ലീറ്റ് ചെയ്യാതെയാണ് അവൻ പോയത്, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ഡോമിനേഷൻ നേടാണ്ടെയാണ് മൂന്നാമത്തെ ആൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസാണ് അവൻ പറയുന്നത്. വിത്തൗട്ട് ഫിനിഷിംഗ് വാട്ട് ഹി വാസ് അബൌട്ട് ടു സേ ഹി സാറ്റ് ദർ ക്രൈയിങ്. മുഴുവൻ പറഞ്ഞു തീർക്കണതിൻ്റെ മുന്നേ അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പ്രിയ ഡിഡ് നോട്ട് സ്പീക്ക് ഫോർ എ വൈൽ. കുറച്ച് നേരത്തേക്ക് അവൾ സംസാരിച്ചില്ല. ദെൻ ഷീ ഗോ ടു ഹെർ ഫീറ്റ് ആൻഡ് പാറ്റഡ് ഹിസ് ഹെയർ. അപ്പോൾ അങ്ങനെ അവളവിടെ ഇരുന്നിട്ട് അവൻ്റെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് തട്ടിക്കൊടുക്കുകയാണ്. യു മേ ഗോ. ആഫ്റ്റർ വാച്ചിങ് ഹിം വോക്ക് എവേ ആൻഡ് ടീയേഴ്സ് ഷീ സ്റ്റാർട്ടഡ് ടു ടേക്ക് ഔട്ട് ദ പിൻസ് ഇൻ ഹെർ ഹെയർ. അപ്പോൾ എന്തായാലും അവനങ്ങനെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുകയാണ്. ദ നെക്സ്റ്റ് വീക്ക് പ്രിയ വെൻറ്റ് എവറി ഡേ ടു സഞ്ജീവ്സ് ബൂത്ത് ടു മേക്ക് ഫോൺ കോൾസ്. പിറ്റേ ദിവസം മുതലൊക്കെ അവൾ എല്ലാ ദിവസവും സഞ്ജീവിൻ്റെ ബൂത്തിൽ പോയിട്ട് ജസ്റ്റ് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതായത് അവൻ്റെ ഒരു എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നല്ലാണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. കോൾഡ് അപ്പ് ഓൾ ഹെർ ഫ്രണ്ട്സ് ഹൂസ് നമ്പേഴ്സ് ഷീ ന്യൂ ആൻഡ് ടോക്ക് ടു ദം വാച്ചിങ് ഇൻ എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്. ദ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി ക്രീപ്പിംഗ് ഓവർ ഹിസ് ഫേസ് എവറി ടൈം ഹീ സോ ഹർ. അപ്പോൾ അവൾക്കറിയാവുന്ന അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ അവൾ ഓരോ ദിവസം നമ്പർ എടുത്ത് വിളിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കാരണം അവൻ്റെ മുഖത്ത് വരുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവൾക്ക് കണ്ട് ആസ്വദിക്കണമായിരുന്നു, ഒരു റിവെഞ്ച് എന്നതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അവൾ എന്നും അവിടെ പോയിട്ട് ഫോൺ കോൾ ചെയ്യുന്നത്. ഈച്ച് ടൈം ഷീ റിമൈൻഡഡ് ഹേർ സെൽഫ് ദർ ഇസ് നത്തിങ് ദാറ്റ് ഗിവ്സ് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ദാൻ സ്മോൾ ടൈംസ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിജയങ്ങളെക്കാൾ കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിട്ട് ഒന്നുമില്ല എന്ന് അവളെ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഷീ കെപ്റ്റ് റണ്ണിങ് ഇൻ ടു രവി നിയർ ദ പ്രൊമൈസസ് ഓഫ് ഹർ ഓഫീസ് ആൻഡ് ഓൾസോ ഓൺ ദ റോഡ്. വെനെവർ they met she smiled at him and every time he saw her smile he grew uneasy. എപ്പോഴൊക്കെ രവിയെ കണ്ടാലും രവിയെ നോക്കിയിട്ട് അവൾ നന്നായിട്ട് ചിരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഓരോ തവണയും ചിരി കാണുമ്പോൾ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ട്. എന്തേ അവളിങ്ങനെ ചിരിക്കണം എന്ന് ആലോചിച്ചിട്ട്. On a day on which she had not taken her bike, he fell into a step beside her. Just a minute, let me ask you something. Priya turned to look at him. Why do you smile every time you meet me? ഒരു ദിവസം രവി ഇങ്ങനെ അവളുടെ വണ്ടിയൊന്നും ഇല്ലാത്തൊരു ദിവസം ഇവളെ കാണുന്ന സമയത്ത് ഇവൻ ചോദിക്കാനുണ്ടായി, ഒന്ന് നിൽക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്, അതായത് എന്തിനാണ് നീ എപ്പോഴും എന്നെ കാണുമ്പോൾ ചിരിക്കണേന്ന് അവൻ ചോദിച്ചു. പ്രിയ തോട്ട് ഫോർ എ മൊമെൻറ്റ് വിത്ത് എ സ്മൈൽ. ജസ്റ്റ് അപ്പോഴും അവളൊന്ന് ഒന്ന് ആലോചിച്ചൊന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ബിക്കോസ് ഐ ലൈക്ക് യു ഹിസ് ഫേസ് ഹാർഡൻ യു ലൈക്ക് മീ. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കുന്നതല്ലേ ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അവന് ഭയങ്കര ഞെട്ടലായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നോ എന്നായിരുന്നു അവൻ തിരിച്ചു ചോദിക്കുന്നത്. പ്രിയ തോട്ട് എ ലിറ്റിൽ മോർ ദെൻ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് വിത്ത് ദ സ്മൈൽ സ്റ്റിൽ ഇൻടാക്ട്. അപ്പോഴും അവളങ്ങനെ ഒന്നും പറയാണ്ട് അങ്ങനെ നിൽക്കാം, ചെറിയ ചേഞ്ച് വെച്ചിട്ട് തന്നെ അവൾ നിൽക്കുകയാണ്. യെസ് യു ആർ ദ സ്ട്രേഞ്ചർ വിത്ത് ലാസ്റ്റ് ഇൻ യുവർ ഐസ് ഹു ഹാസ് ബീൻ ഹോണ്ടിങ് മൈ തോട്ട്സ്. എൻ്റെ ചിന്തകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിൽ ലസ്റ്റുള്ള ഒരു സ്ട്രേഞ്ചർ നീയായിരുന്നു, അല്ലെങ്കിൽ നീയാണ്. ഇറ്റ് വാസ് ഓൺലി ലേറ്റർ ദാറ്റ് ഐ റിയലൈസ് ഇറ്റ് വാസ് യു. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. നമ്മൾ പറയാറുണ്ട് വഴി കൂടെ പോരുമ്പോൾ അവൾ കണ്ണുകളിൽ ആ ലസ്റ്റുള്ള സ്ട്രേഞ്ചർ ഉണ്ടോ എന്ന് ഓരോരുത്തരിലും നോക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് നീയാണെന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. വെൻ യു ഡോമിനേറ്റഡ് മീ ദാറ്റ് ഡേ ഇറ്റ് വാസ് എ സെൻസ് ഓഫ് ഷെയിം ദാറ്റ് ഐ ഫെൽറ്റ് അറ്റ് ഫസ്റ്റ്. അപ്പോൾ നീ എന്നെ ആ ഒരു രീതിക്ക് ഡോമിനേറ്റ് ചെയ്ത ആ ഒരു ദിവസം എനിക്ക് ആദ്യം തോന്നിയത് എന്തായിരുന്നു, ഒരു ഷെയിമായിരുന്നു. ബട്ട് ദെൻ ഐ ബിഗാൻ ടു ലൈക്ക് യു. പക്ഷേ പിന്നീട് എനിക്ക് നിന്നെ ഇഷ്ടമാവാൻ തുടങ്ങി. ആൻഡ് ഐ ഫെൽറ്റ് ഐ ഹാഡ് വിത്തൗട്ട് യുവർ എവർ ബിക്കമിങ് അവെയർ ഓഫ് ഇറ്റ് ഡോമിനേറ്റഡ് യു വിത്ത് മൈ ലൈക്കിംഗ്. ഫോർ മീ ദ അതേഴ്സ് ആക്ട്സ് ഓഫ് ഡോമിനേഷൻ ഓൺലി പ്രൊവൈഡഡ് എ യാർഡ് സ്റ്റിക്ക് വിത്ത് വിച്ച് ടു മെഷർ യു. മറ്റുള്ളവരൊക്കെ എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, മറ്റു രണ്ടുപേരും എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അവരെയൊക്കെ ഞാനൊരു യാർഡ് സ്റ്റിക്കായിട്ട് കണ്ട് നിന്നെ മെഷർ ചെയ്യായിരുന്നു. നിന്നെ മെഷർ ചെയ്യാനുള്ള യാർഡ് സ്റ്റിക്കായിട്ടായിരുന്നു അവരെ രണ്ടുപേരും ഞാൻ കണ്ടത്. ട്രൂലി ഇൻ എവറി സെൻസ് യു ആർ മൈ ഫസ്റ്റ് മാൻ. എല്ലാ അർത്ഥത്തിലും നീയാണ് എൻ്റെ ആദ്യത്തെ പുരുഷൻ. ഐ ഡോണ്ട് നോ വെദർ വാട്ട് ഐ ഫീൽ ഫോർ യു ഇസ് ലവ് ഓർ നോട്ട്. ലവ് ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് നിന്നോട് തോന്നുന്നത്. ബട്ട് ഐ എം ഷുവർ ഓഫ് വൺ തിങ്, ഹവെവർ ഫാർ ഐ മേ ഗോ അവേ ഫ്രം യു മൈ ബ്ലഡ് ആൻഡ് tears will cry for you. അപ്പം ഞാൻ എത്രത്തോളം നിന്നു അകന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്ന് ഉറപ്പാണ്, എൻ്റെ ഒരു ബ്ലഡും എൻ്റെ കണ്ണുനീരും എപ്പോഴും നിനക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് യു ആർ മൈ പ്രസൻറ്റ് സെൽ വൺ വിച്ച് ഐ കനോട്ട് അഫോർഡ് ടു ലീവ്. നല്ല രസമുള്ളൊരു വരിയാണ് കേട്ടോ അത്. നീ എൻ്റെ പ്രിസൻസ് അല്ലാണെന്ന് പറയണേ. എനിക്കൊരിക്കലും ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത, എനിക്കൊരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ആ ഒരു ജയിലഴികളാണ് നീ എനിക്ക് എന്നാണ് പറയുന്നത്. രവി വെയിറ്റഡ് ഇൻ കൺഫ്യൂഷൻ ടിൽ ഷീ സ്റ്റോപ്പ് ടോക്കിംഗ്.
അപ്പോൾ രവി ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് അവൾ ആ സംസാരം നിർത്തുന്നത് വരെ. ദ ലുക്ക് ഓൺ ഹിസ് ഫേസ് സെഡ് ദാറ്റ് ഷി അണ്ടർസ്റ്റുഡ് സം പാർട്ട് ഓൺലി ഓഫ് ദാറ്റ് ഷീ ഹാഡ് സെഡ് വൈൽ ദ റെസ്റ്റ് വാസ് എൻറ്റയർലി ബിയോണ്ട് ഹിസ് കോംപ്രിഹെൻഷൻ. അപ്പോൾ അവൾ പറഞ്ഞതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവന് മനസ്സിലായതുപോലും ഉള്ളൂ, ബാക്കിയൊന്നും അവന് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല. വിത്ത് എ ജെന്റിൽ ടച്ച് ഓൺ ഹിസ് ആം പ്രിയ സെഡ് ബൈ. ജസ്റ്റ് അവൻ്റെ കയ്യിലോട്ട് ടച്ച് ചെയ്തിട്ട് അവൾ ബായ് എന്ന് പറയുകയാണ്. ഇൻ എ വോയിസ് ലാഡൻ വിത്ത് മെലങ്കളി ആൻഡ് വാക്ക്ഡ് ഓഫ് വിത്തൗട്ട് എ ബാക്ക്വേർഡ് ഗ്ലാൻസ് ടുവേഴ്സ് എ ബസ് ദാറ്റ് ഹാഡ് ജസ്റ്റ് ദെൻ അറൈവ്ഡ്. പിന്നെ വന്ന ബസ്സിൽ അവൾ അങ്ങനെ കയറി പോവുകയാണ്. ഫോർ ദ നെക്സ്റ്റ് 2 days പ്രിയ ഡിഡ് നോട്ട് ഗോ ടു ഓഫീസ്. പിറ്റത്തെ 2 ദിവസം അവൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ദ ഫസ്റ്റ് ഡേ വാസ് സ്പെൻഡ് ഇൻ ഗ്രേറ്റ് മെൻറ്റൽ പീസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ നോവൽ. ആദ്യത്തെ ദിവസം ഒരു നോവലൊക്കെ വായിച്ച് വളരെ സമാധാനത്തോടു കൂടി കടന്നുപോയി. ദ നെക്സ്റ്റ് ഡേ വൺസ് ഹർ ഫാദർ ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക്, ഹർ സിസ്റ്റർ ഫോർ കോളേജ് ആൻഡ് ഹർ മദർ ഫോർ ഷോപ്പിംഗ് ആൻഡ് ഷീ വാസ് ലെഫ്റ്റ് herself in the house. Priya felt she hated herself. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേ അവൾ വീട്ടിൽ ഒറ്റയ്ക്കാവുകയാണ്. അച്ഛൻ ജോലിക്ക് പോയി, അമ്മ ഷോപ്പിങ്ങിന് പോയി, സിസ്റ്റർ ഒരു എന്താ പറയുക കോളേജിലും പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവൾ വീട്ടിൽ ഒറ്റയ്ക്കാവുകയാണ്. അപ്പോഴേക്കും അവളോട് തന്നെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് തോന്നുകയാണ്. ഷീ പേസ്ഡ് അബൌട്ട് ദ ഹൗസ് ആസ് ഇഫ് ഷീ വർ മാഡ്. അവൾ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കണം, ഒരു ഭ്രാന്തിയെ പോലെ. ദെൻ ഓപ്പണിംഗ് ദ ഡോർ ഷീ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ വെറാന്ത ആൻഡ് സാറ്റ് ഡൗൺ. അങ്ങനെ അവൾ വാതിൽ തുറന്ന് വരാന്തയിൽ പോയിരിക്കുകയാണ്. ദർ വാസ് ദറ്റ് ഹം ഓഫ് എ മോട്ടോർ ബൈക്ക് ഔട്ട്സൈഡ് ദ ഗേറ്റ്. അപ്പോൾ ഗേറ്റിന് പുറത്തൊരു മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇറ്റ് വാസ് രവീസ്. ആരുടെയാണത്? രവിയുടെ ബൈക്കിൻ്റെ ശബ്ദമാണ്. പ്രിയ looked curiously at Ravi, who was hesitating near the gate. Then she beckoned him to enter. അപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നവനോട് അവളിങ്ങനെ അകത്തേക്ക് മാടി വിളിക്കുകയാണ്, ഗേറ്റിൻ്റെ അകത്തേക്ക് വിളിക്കുകയാണ്. Ravi made his way rather hesitatingly on to the veranda. Yes, Priya said. രവി ഡിഡ് നോട്ട് സ്പീക്ക്. അപ്പോൾ അങ്ങനെ ആ വരാന്തയിലേക്ക് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളെ യെസ് എന്താ വേണ്ട എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോഴും അവൻ എന്താണ്, ഒന്നും സംസാരിക്കാനില്ല. ഹാവ് യു ബിഗൺ ടു ലവ് മീ? അപ്പോൾ അവളൊന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ അങ്ങോട്ട് കയറി ചോദിക്കുകയാണ്, നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. മേ ബി ബിക്കോസ് ഓഫ് ദ അൺഎക്സ്പെക്റ്റഡ്നെസ് ഓഫ് ഹർ ക്വസ്റ്റ്യൻ രവി ലുക്ക്ഡ് അൺസർട്ടൺ. പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിക്കുന്നവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, വല്ലാത്ത അൺസർട്ടനിറ്റി അവന് ഫീൽ ചെയ്യാണ്. ദെൻ ഇൻ റിലീഫ് he drew near and seated himself on the floor near her. അപ്പോൾ എന്തായാലും ഒരു റിലീഫോട് കൂടി അവൻ എന്ത് ചെയ്യണം, അവളുടെ അടുത്ത് ജസ്റ്റ് ഇരിക്കുന്നുണ്ട്. യെസ്, I have come to realize that I do love you. He hung his head down in uncertainty. അപ്പോൾ അവനങ്ങനെ തല കുനിച്ചിരുന്നവൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ തിരിച്ചറിഞ്ഞു, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. Did this love begin the day I slapped you? ഞാൻ നിന്നെ അന്ന് അടിച്ച ദിവസമാണോ എനിക്ക് സ്നേഹം തോന്നിയത്, പ്രണയം തോന്നിയെന്ന് അവൾ തിരിച്ചു ചോദിക്കുകയാണ്. രവി raised his head in confusion. അപ്പോൾ അവന് ആകെ കൺഫ്യൂഷനാണ് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ. He seemed to grow uneasy under Priya's searing look. അപ്പോൾ വളരെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിൽ അവൻ എന്ത് ചെയ്യണം, വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാണ്. Do you mean to get your back on me? Are you trying to go away from me? Anyway, I will go on loving you and go on hurting in my love. അപ്പം നീ എന്താ എന്നോട് പ്രതികാരം ചെയ്യണോ, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തതൊക്കെ തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ? എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സോ ടിയേഴ്സ് സ്പ്രൗട്ടിങ് ഇൻ ദ കോർണേഴ്സ് ഓഫ് ഹിസ് ഐസ്. അപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കോർണറുകളിലൊക്കെ ഇങ്ങനെ കണ്ണീര് നിറയുന്നതായിട്ട് അവൾക്ക് കാണുന്നുണ്ട്. രവി സാറ്റ് വാച്ചിങ് ഹർ സ്മൈൽ ഫോർ എ ഷോർട്ട് വൈൽ. അപ്പോൾ രവി ഇങ്ങനെ അവർ സ്മൈൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നുണ്ട് അവളേനെ. ദെൻ ബറിയിങ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ്സ് ഹീ സ്റ്റാർട്ടഡ് ടു ക്രൈ ലൈക്ക് എ ബേബി. പിന്നെ അവൻ ആ മുഖം പൊത്തിക്കൊണ്ട് അവൻ അവിടെ ഇരുന്നൊരു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. പ്രിയ തോട്ട് ഓഫ് ദാറ്റ് ഈവനിങ് എ ഫ്യൂ ഡേയ്സ് ബാക്ക്. അപ്പോൾ അന്ന് സംഭവിച്ച ആ ഒരു വൈകുന്നേരത്തിനെ കുറിച്ച് അവൾ ആലോചിക്കുകയാണ്. ആൻഡ് ഓൾസോ ഓഫ് ദ സ്റ്റെയിൻസ് ദാറ്റ് സ്റ്റക്ക് ഓൺ ഹെർ ബോഡി ആൻഡ് മൈൻഡ്. ആ ദിവസം അവളുടെ ശരീരത്തിലും മനസ്സിലുമായിട്ട് പറ്റിപ്പിടിച്ച അഴുക്കുകളെക്കുറിച്ചും കറകളെക്കുറിച്ചും ഒക്കെ അവൾ ആലോചിക്കുകയാണ്. ഷീ സ്റ്റാർട്ടഡ് ടു ക്രൈ. അവളും കരയാൻ തുടങ്ങുകയാണ്. യെസ്, യു ആർ റൈറ്റ്, ഐ വാസ് ഗെറ്റിംഗ് മൈ ഓൺ ബാക്ക് ഓൺ യു. അപ്പോൾ അവൾ പറയും, ശരിയാണ്, നീ കറക്റ്റാണ് പറഞ്ഞത്, കാരണം നീ ചെയ്തൊക്കെ തിരിച്ചു ചെയ്യാനായിരുന്നു, ഒരു പ്രതികാരം തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഷീ സ്പോക്ക് ഇൻ ബിറ്റ്വീൻ സോബ്സ്. ആ കരച്ചിലിൻ്റെ ഇടയിൽ അവൾ പറയുകയാണ്, യുവർ ലവ് ഇസ് മൈ റിവെഞ്ച്. നിൻ്റെ പ്രണയമാണ് എൻ്റെ പ്രതികാരം എന്നാണ് അവളോട് പറയുന്നത്. അത് വളരെ മനോഹരമായ വരികളാണ്. അതായത് നമ്മൾ സിനിമകളിലും കാര്യങ്ങളും കാണുന്ന പോലെ ആ ഒരു റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും റേപ്പ് ചെയ്ത ആളേനെ കൊല്ലാൻ അയാളെ വീട്ടിൽ ഉപദ്രവം അങ്ങനെയൊന്നും അല്ല അവൾ ചെയ്യുന്നത്. പക്ഷെ അവനിൽ ഇവളോട് ആ ഒരു സ്നേഹം ഉണ്ടാക്കി എടുക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് അവൾ എന്തായിട്ട് കരുതുന്നത്, റിവെഞ്ചായിട്ട് കരുതുന്നത്. അപ്പോൾ അവനെന്ത് ചെയ്യും, ആ ഒരു കുറ്റബോധം വരും, അവൻ മാനസികമായിട്ട് സഫർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു വില്ലൻ കഥാപാത്രങ്ങളെ എത്തിക്കുന്ന ഒരു രീതിയാണ്. അത് എക്സ്ട്രാ ഓർഡിനറി വേയിൽ കൂടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Raising his face, Ravi looked at Priya with tenderness. Then stretching out his hands, he touched her tear-stained cheeks once, as if to console her. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവനങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിട്ട് അവളുടെ ആ ഒരു കണ്ണീര് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കവിളിലേക്ക് അവൻ അങ്ങനെ തൊടുകയാണ്, അവളെ സമാധാനിപ്പിക്കാൻ എന്നുള്ള പോലെ. ആൻഡ് അഗെയിൻ ത്രൂ ഹർ ബോഡി ഷീ ഫെൽറ്റ് Ravi's fingers retracting in shock as if they had been
സിയേർഡ് ബൈ ദ വെരി ടച്ച് ഓഫ് ഹർ ബോഡി. അപ്പോൾ കൈ തൊട്ട ഉടനെ അവനെ കൈ എന്താ പറയുക, അവളുടെ ഒരു ബോഡിയുടെ ചൂട് കൊണ്ട് അവന് കൈ പൊള്ളിപ്പോയതുപോലെ അവൻ കൈ പിൻവലിക്കുന്നത് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നതിനെയും വെല്ലുന്ന തരത്തിലുള്ള രീതിയിലുള്ളൊരു പ്രതികാരമായിരുന്നു നമ്മുടെ ഈ ഒരു കഥയിൽ അതിലത്തെ കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇത് എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്